അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളെ മെസ്സിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഉള്ളതെന്നൊന്ന് നോക്കിയാലോ. ഇന്നത്തെ നമ്മളെ മെസ്സിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയേണ്ടവരൊക്കെ എല്ലാവരും ഓടി വന്നോളൂ കേട്ടോ. ഒരു മെസ്സിൽ, കാറ്ററിംഗ് മെസ്സിലാണ്, കമ്പനി പണിക്കാർക്കുള്ള മെസ്സാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ട്, ഇന്നത്തെ മെസ്സിൽ എന്തൊക്കെ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നില്ല ഒന്ന് കാണിച്ചു തരാം. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ അന്തം വിടരുത് കേട്ടോ. ഒരു വീട്ടിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരെണ്ണല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ മെസ്സിൽ എത്ര ഐറ്റംസ് ഉണ്ട് എന്ന് നോക്കുന്നുണ്ടോ. ഇതൊക്കെ ഉണ്ടായാലും ചില ആൾക്കാർ ചൊറിഞ്ഞും കൊണ്ട് വരും കേട്ടോ. പ്രത്യേകിച്ചും നമ്മളെ മലയാളികൾ. ഇത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായാലും എന്നാലും അവർക്ക് കുറവായിരിക്കും. അവരതിന് പിന്നെയും ചൊറിഞ്ഞും കൊണ്ട് വരും. എന്തല്ലത്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ട്, അതേമാതിരി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി കഴിക്കേണ്ടവർക്ക് ഇഡ്ഡലി കഴിക്കാം, ചപ്പാത്തി കഴിക്കേണ്ടവർക്ക് ചപ്പാത്തി കഴിക്കാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ ബ്രെഡും ജാമും ബട്ടറും അത് വേറെ ഉണ്ടാവും. ഇഡ്ഡലി കുറേ റെഡി ആയിക്കണു, ചപ്പാത്തി കുറേ റെഡിയായി. ഇഡ്ഡലി മാവ് കണ്ടോ, ഇത്രയും ഇഡ്ഡലി മാവ് ബാക്കിയുണ്ട്, കുറേ ഉണ്ട് ഉണ്ടാക്കാൻ, കുറേ റെഡി ആയിക്കണു. പിന്നെ ഇഡ്ഡലിക്കുള്ള സാമ്പാറിന് ഇതവിടെ കഷ്ണങ്ങളൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഡ്ഡലിക്ക് സാമ്പാറുണ്ട്. അതേമാതിരി ചപ്പാത്തിക്ക് വേറെ ചെറുപയറും ഉണ്ട് കേട്ടോ. ചപ്പാത്തിക്ക് ഇന്ന് ചെറുപയറാണ്. ഓരോ ദിവസം ഓരോ ആയിരിക്കും. കടല ഉണ്ടാവും, ചെറുപയറുണ്ടാവും, ഗ്രീൻ പീസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ചെറുപയറാണ്. ചപ്പാത്തിക്ക് കഴിക്കേണ്ടവർക്ക് ചെറുപയർ എടുത്ത് കഴിക്കുക, അല്ല സാമ്പാർ വേണമെങ്കിൽ സാമ്പാർ കഴിക്കുക. കാരണം മലയാളികൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസൊക്കെ ഉള്ളതുകൊണ്ട് അവരൊന്നും ഇപ്പോൾ ചിലയിലൊന്നും ഇഡ്ഡലി കഴിക്കൂലല്ലോ. അപ്പോൾ അവർക്ക് ചപ്പാത്തിയും അതേമാതിരി ചെറുപയറും കഴിക്കുക. പിന്നെ മുട്ട പുഴുങ്ങിയത്, ബോയിൽ ചെയ്ത മുട്ടയുണ്ടാവും അതിൻ്റെ കൂടെ കേട്ടോ. ഇത്രയും ഐറ്റംസുകൾ. പിന്നെ അതല്ല, ഓട്സ് വേറെയുണ്ട്, ഇതിൻ്റെയൊക്കെ കൂടെ ഓട്സും ഉണ്ട്. അപ്പോൾ എത്ര ഐറ്റംസ് ആയി നോക്കണം നിങ്ങൾ. ചപ്പാത്തി, ഇഡ്ഡലി, ഓട്സ്, മുട്ട ബോയിൽ ചെയ്തത്, ബ്രെഡ്, ജാം, ചെറുപയർ, സാമ്പാർ. ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസുകളാണ് കേട്ടോ അതൊക്കെ. ഇത്രയും ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർക്ക് ഇതൊന്നും വല്ലാണ്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും വേണ്ടേരി. ഇനി ഇതില്ല ദിവസമാണെങ്കിൽ ഇത് വേണ്ടേരില്ല, അതില്ലാത്ത ദിവസം ഇത് വേണ്ടേരി. ഇഡ്ഡലി സാമ്പാറൊന്നും ഇല്ലേന്ന് ചോദിക്കും. അങ്ങനെയും കുറേ ആൾക്കാരുണ്ട് നാട്ടിൽ. ചിലപ്പോൾ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് നടക്കുന്ന ആൾക്കാരായിക്കാരം, പാല് പോലും ഒഴിക്കാൻ പറ്റാത്ത ആൾക്കാരായിക്കാരം. പക്ഷെ അവരിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതേ ഒന്നും അറിയില്ല. എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ചില ആൾക്കാരെ ഒരു സ്വഭാവമാണത്. അത് ഏത് നേരത്തിന് ഭക്ഷണമായാലും, രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകിട്ടായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളെ മുട്ടയൊക്കെ കണ്ട എല്ലാം ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് നൈറ്റ് ഡ്യൂട്ടിയുള്ള ആൾക്കാർക്ക് പാർസൽ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, 5 ഇഡ്ഡലി ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡും ഉണ്ടാവും. മലയാളികൾക്കാണ് ഇഡ്ഡലി. മലയാളി, തമിഴ്, കർണാടക അങ്ങനെ എല്ലാ ആൾക്കാർക്കൊക്കെ ഇഡ്ഡലി പോകും. പാകിസ്ഥാനികൾ, നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെ ചപ്പാത്തിയും പോകും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ മുത്തുമണികളൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് ഹാൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓട്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓട്സ് ഉണ്ട്, മുട്ട ബോയിൽ ചെയ്തുണ്ട്, ഇഡ്ഡലി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, സാമ്പാർ, ചെറുപയർ കറി, പിന്നെ ജാമ്, ബട്ടർ, പിന്നെ കാപ്പി, ചായ അത് വേറെ. അപ്പോൾ ഇത്രയും ഐറ്റംസുകളാണ് നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നുമില്ലത്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പുതിയ മുത്തുമണികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ.